അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സുഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവുമൊക്കെ ചർച്ച ചെയ്തു പഠിക്കുന്ന സദസ്സിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏതൊരു പരിശ്രമത്തിനും വലിയ പുണ്യവും പ്രതിഫലവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഖുർആൻ പാരായണത്തിനും ഖുർആൻ പാരായണം കേൾക്കുന്നതിനും ഖുർആൻ അർത്ഥം പഠിക്കുന്നതിനും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനുമൊക്കെ വലിയ പുണ്യവും മഹത്വവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ആഴത്തിൽ ചിന്തിച്ച് പഠിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആൻ തദബ്ബുർ ചെയ്യാൻ വേണ്ടി എന്നാണ്. ഖുർആൻ ഉറ്റാലോചിക്കാൻ, അർത്ഥം ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത് എന്നാണ്. എന്താണ് ഈ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞത് മഅരിഫത്തു മആനി അൽഫാലിഹി, ഖുർആനിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം പഠിക്കൽ, വ തഅമ്മുലു മആനി ആയാതിഹി വൽ മുറാദി മിൻഹ, ഖുർആനിൽ വരുന്ന ആശയങ്ങളും ആ ആശയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കൽ, വ തഫക്കുറു ഫീമാ തദുല്ലു അലൈഹി, ഖുർആൻ എന്താണോ അറിയിക്കുന്നത് അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കൽ, വൻതിഫാഉൽ ഖൽബി ബി മവാഇലിഹി വ അഖ്ബാരിഹി, ഖുർആൻ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഹൃദയത്തിന് ഉപകാരമുണ്ടാകൽ, വൽ ഖുളൂഉ ലി അവാമിരിഹി വ സവാജിരിഹി, ഖുർആൻ പഠിപ്പിക്കുന്ന വിധികളും വിലക്കുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഇതിനാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയാം. ഖുർആൻ ആഴത്തിൽ ചിന്തിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലവും വിജയവും ഉള്ളത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം, അൽ ഖിറാഅത്തുൽ ഖലീലത്തു ബി തഫക്കുരിൻ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് അല്പം പാരായണം ചെയ്യൽ, അഫ്ളലു മിനൽ കസീറത്തി ബിലാ തഫക്കുർ, അർത്ഥം ചിന്തിക്കാതെ ധാരാളം ഓതുന്നതിനേക്കാളും ഖൈറായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ധാരാളം ഖുർആൻ ഓതുന്നതിന് വലിയ പുണ്യവും പ്രതിഫലവും ഉണ്ടെങ്കിലും അതിലേറെ പ്രതിഫലമാണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്പമെങ്കിലും നമുക്ക് ഓതാൻ സാധിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഖുർആൻ പഠനത്തിന് അർത്ഥവും ആശയവുമൊക്കെ ചിന്തിച്ച് ഓതുന്നതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, വഹുവൽ മൻസൂസു അനി സ്വഹാബത്തി സ്വരീഹ, ഇത് സ്വഹാബികളിൽ നിന്ന് തന്നെ വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ട കാര്യമാണ്. എന്ത്? അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്പം ഓതലാണ് അർത്ഥമറിയാതെ കുറേ ഓതുന്നതിനേക്കാളും ഫളിലുള്ള കാര്യം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാ ആഴ്ചതോറും ഇങ്ങനെ വന്ന് ഖുർആൻ്റെ അർത്ഥമൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ബിഇദ്നില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം സൂറത്തുൽ അംബിയായിലെ 16 ആയത്തുകൾ നമ്മുടെ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇന്ന് 17, 18 എന്നീ 2 ആയത്തുകളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആദ്യം 17-ാമത്തെ ആയത്ത് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. തൊട്ടു മുമ്പുള്ള ആയത്തിലേക്ക് കൃത്യമായൊരു ബന്ധം ഈ ആയത്തിനുണ്ട്.
കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആയത്തിൽ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ആകാശങ്ങളെയോ ഭൂമിയെയോ അതിൻ്റെ രണ്ടിനും ഇടയിലുള്ളതിനെയോ നാം വെറുതെ സൃഷ്ടിച്ചതല്ല. അങ്ങനൊരു വിനോദത്തിനും കളിക്കും ചിരിക്കും തമാശക്കൊക്കെ വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കളിയും ചിരിയും തമാശയും വിനോദമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. അല്ലാഹ് പറയാ, ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അന്നത്തഹിത ഉണ്ടാക്കിത്തരാൻ ലഹുവൻ ഒരു വിനോദം, മനുഷ്യർക്ക് ഉപകാരമുള്ളൊരു വിനോദം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലത്തഹദിനാഹുമില്ലതുന്ന ഞാൻ തന്നെ അതൊരു വിനോദമാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ കളിയും ചിരിയും തമാശയുമൊക്കെ ജീവിതത്തിൽ ആവശ്യമായൊരു കാര്യമായിരുന്നുവെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ കളിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ചിരിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുമായിരുന്നു. വിനോദവും കളിയും തമാശയും ചിരിയും തീരെ വേണ്ട എന്നൊന്നും അതിനർത്ഥമല്ല. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ വാക്കുകൾ നോക്കുക. ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അറാദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, നവ എന്നാണ്. അറാദ എന്ന് പറഞ്ഞാൽ നവ. ഇറാദത്ത് ഉദ്ദേശം, നവ എന്നതിൽ നിന്ന് നിയ്യത്ത് ഉദ്ദേശം. ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഈ ലൗ എന്നത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ് കിട്ടുക. ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അന്നത്തഹിദ നാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലഹുവൻ വിനോദം. ലഹുവും ലഇബും തമ്മിലുള്ള വ്യത്യാസം, ലഇബ് കളിയാണ്, ലഹുവ് വിനോദമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലഇബ് എന്നതിന് നിർവചനമായി പറഞ്ഞത് അൽ അമലു അവിൽ ഖൗലുല്ലദി ലാ യുഖ്സദു ബിഹി തഹ്സീലു ഫായിദത്തിൻ മിൻ മസ്ലഹത്തിൻ ഔ ദഫ്ഇ മഫ്സദത്തിൻ. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപകാരം നേടിയെടുക്കാനോ ഒരു ഉപദ്രവം തടയാനോ സാധിക്കാത്ത വാക്കും പ്രവൃത്തിയും. ഒന്ന് ഉപകാരം കിട്ടുന്ന കളിയാണെങ്കിലോ കളിക്കുക, അല്ലെങ്കിൽ ഒരു ദോഷം തടയുന്ന കളിയാണെങ്കിലോ കളിക്കുക. ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ പാലിച്ചാൽ മതി. അങ്ങനെ ഇല്ലാത്ത കളികൾ ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്. ഒരു ഉപകാരം കിട്ടുന്നുമില്ല, ഒരു ഉപദ്രവം തടയാനും സാധിക്കുന്നില്ല. വലാ തഹ്സീലു നഫ്ഇൻ ഔ ദഫ്ഇ ലുർരിൻ. ഒരു ലുറ് ഒരു ഉപദ്രവം മാറ്റി നിർത്താനും കഴിയുന്നില്ല, ഒരു ഉപകാരം നേടിയെടുക്കാനും സാധിക്കുന്നില്ല. വഇന്നമാ യുഖ്സദു ബിഹി ഇർലാഉ നഫ്സി ഹീന തമീലു ഇലൽ അബസി. കുറേ സമയം അതിന് പോയാൽ മനസ്സിനൊരു താൽക്കാലിക തൃപ്തി കിട്ടും എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനത്തെ കളികൾ പാടില്ല. കളിക്കാൻ പോയിട്ട് എന്തേ കിട്ടിയേ? ഒരു മനസ്സിനൊരു തൃപ്തി പോരാ. ഒന്നുകിൽ കളി കൊണ്ട് നമുക്ക് ശാരീരികമായ ഉന്മേഷം കിട്ടണം, അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഭൗതികമായോ മതപരമായോ എന്തെങ്കിലും ഒരു ഗുണം ഉള്ള പ്രവർത്തനത്തിലെ നമ്മൾ മുഴുകാവൂ എന്നർത്ഥം. ലഹുവ് എന്ന് പറഞ്ഞാൽ വിനോദമാണ്, അത് കളിയുടെയും അപ്പുറത്താണ്. എന്ന് പറഞ്ഞാൽ കളിയിൽ ചിലത് ഉപകാരപ്രദമായതുണ്ടാകും, എന്നാൽ ലഹുവ് പൊതുവേ എന്താണ്? ഉപദ്രവമായതായിരിക്കും. അതുകൊണ്ട് ഉപകാരമില്ലെന്ന് മാത്രമല്ല, ഉപദ്രവം ഉണ്ടാക്കുന്ന കളികൾക്കാണ് ലഹുവ് എന്ന ഗണത്തിലേക്ക് കയറിപ്പോകുക. മനസ്സിലാകണ്ടോ പറയണത്? അത് വെറും ഒരു വിനോദമായിരിക്കും, അതിൽ കളിയും ചിരിയും തമാശകളും മാത്രമായിരിക്കും. കാര്യം എന്നത് അതിൽ തീരെ ഉണ്ടാകില്ല എന്നതാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയും. ഇപ്പോൾ ഈ ഭാഗമാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത്? ലൗ അറദിന അൻ നത്തഖിദ ലഹുവ ലത്തഖദിനാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. അല്ലാഹു പറയാണ്, ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അൻ നത്തഖിദ സ്വീകരിക്കാൻ. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, ഉണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. അൻ നത്തഖിദ നാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലഹുവൻ വിനോദം. ലഹുവ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ 10 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ലഹുവ് എന്ന വാക്ക് ഖുർആനിൽ 10 സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്തിനാ നമ്മൾ അങ്ങനെ പറഞ്ഞത്? അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിലൊരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എത്ര തവണ വന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ചിന്തിക്കുന്ന പഠനത്തിനാണ് തദബ്ബുർ എന്ന് പറയുക. അതിനാണ് ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആനിലെ ആയത്തുകൾ തദബ്ബുർ ചെയ്യാനാ നാം ഇറക്കി തന്നത് എന്ന് ഖുർആൻ പറഞ്ഞത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ, അതല്ല ഹൃദയങ്ങളൊക്കെ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് ഖുർആൻ ആക്ഷേപിച്ച് ചോദിച്ചത് തദബ്ബുർ ചെയ്യാത്തവരെ കുറിച്ചാണ്. ഈ 10 സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ 6-ാം അധ്യായം 32-ാം വചനം
6-ാം അധ്യായം തന്നെ 70-ാമത്തെ വചനം, 7-ാം അധ്യായം 51-ാമത്തെ വചനം, 21-ാം അധ്യായം 17-ാം വചനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിശദീകരിക്കണ ആയത്ത്, 29-ാം അധ്യായം 64-ാം വചനം, 31-ാം അധ്യായം 6-ാം വചനം, 47-ാം അധ്യായം 36-ാം വചനം, 57-ാം അധ്യായം 20-ാം വചനം, 62-ാം അധ്യായം 11-ാം വചനത്തിലെ 2 തവണ, 62-ലെ 11-ാമത്തെ ആയത്തിൽ 2 തവണ ലഹുവ് എന്ന് വരുന്നുണ്ട്. ഇങ്ങനെ 10 സ്ഥലത്താണ് ലഹുവ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഒന്നുകൂടി വേഗത്തിൽ പറയാണ്. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 32, സൂറത്തുൽ അൻആമിലെ തന്നെ 70, സൂറത്തുൽ അഅറാഫിലെ 51, സൂറത്തുൽ അംബിയായിലെ 17, സൂറത്തുൽ അങ്കബൂത്തിലെ 64, സൂറത്തുൽ ലുഖ്മാനിലെ 6, സൂറത്ത് മുഹമ്മദിലെ 36, സൂറത്തു ഹദീദിലെ 20, സൂറത്തുൽ ജുമഅയിലെ 11-ൽ 2 തവണ. ഇങ്ങനെ 10 സ്ഥലത്ത് വിനോദം എന്ന അർത്ഥത്തിൽ ലഹുവ് എന്ന പദം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം വിനോദത്തെ പാടെ വിരോധിച്ചിട്ടില്ലെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളിയും വിനോദമൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. എപ്പോഴും സഗൗരവം കാര്യങ്ങളിൽ തന്നെ മുഴുകിയാൽ മനസ്സിന് മടുപ്പ് തോന്നും, ജീവിതത്തിൽ വലിയൊരു വെറുപ്പ് തോന്നും. ഒരു തമാശയും പറയാതെ എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്ന ആളുകൾക്ക് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പക്ഷേ വിവേകമുള്ളൊരു മനുഷ്യൻ കളി ഏത് കാര്യമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജീവിതത്തിൽ ഇടപെടേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പൊതുവെ മനുഷ്യരെ ഈ വിഷയത്തിൽ 2ആയി തരംതിരിക്കാം. ഇത് രണ്ടുമല്ല വേണ്ടത്, 3-ാമത്തൊരു വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം അമിത ആവേശം കൊണ്ട് എന്തും അനുവദനീയാക്കുന്ന ആളുകളുണ്ട്. ഏത് കളിയും ഏത് ചിരിയും ഏത് തമാശയും ഏത് വിനോദവും എന്ത് പുതിയ കണ്ടുപിടുത്തം കൊണ്ട് ഇവിടെ ആളുകൾ വന്നാലും അതൊക്കെ പറ്റും, അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ലാഘവത്തോടു കൂടി വിനോദങ്ങളെ അനുവദനീയമാക്കുന്നൊരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം തൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തിനേയും അടച്ചാക്ഷേപിക്കും. എന്തൊരു കാര്യം വന്നാലും അത് പാടില്ല, ഇത് പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, എവിടേക്കും പോകാൻ പാടില്ല, ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുക, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക, പള്ളിക്ക് പോകുക, പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോരുക, വീട്ടിലേക്ക് പോകുക, ഇങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കൂടുതൽ വഷളാക്കുന്ന, അത് കണിശത ഓവറായി തീവ്രതയായി മാറുന്ന അവസ്ഥയും ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. വിനോദത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം ഞാൻ വായിക്കാം. അന്നൽ അസ്ല ഫിൽ ലഹുവി വൽ ലഅബി, കളിയിലും വിനോദത്തിലുമുള്ള അടിസ്ഥാനം അൽ ഇബാഹ, അനുവദനീയം എന്നതാണ്. ഇങ്ങനെ കളിയുടെയും വിനോദത്തിൻ്റെയും അടിസ്ഥാനം അനുവദനീയം എന്നാണ്. ഇദാലം യഷ്തമിൽ അല മുഹറം, ഹറാമ് അതിലേക്ക് കലറുന്നില്ലെങ്കിൽ, ഹറാമ് കലരാത്ത എല്ലാ വിനോദവും കളിയും അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനം. അപ്പോൾ എപ്പോഴാണ് ഈ ഹറാമ് കലരുക? നിസ്കാരം പോയി ആ കളിക്ക് പോയിട്ട്, ആ വിനോദത്തിൽ ഏർപ്പെട്ടിട്ട് ദിക്റുള്ളൊന്നുമില്ല, ഖുർആൻ ക്ലാസ് ഒന്നുമില്ല, ഖുർആൻ പഠനമൊന്നുമില്ല, അങ്ങനത്തെ വിനോദങ്ങളും ഒക്കെയാണ് ഹറാമാവുക. വലം യുഅദ്ദി ഇലൈഹി, അല്ലെങ്കിൽ ഹറാമിലേക്ക് എത്തിക്കുന്നതും ഒന്നുമില്ല. ഹറാമിലേക്ക് എത്തിക്കുന്നതോ ഹറാം കലർന്നതോ ആയ ഒന്നും ഇല്ലാത്ത വിനോദങ്ങളും കളിയും അനുവദനീയമാണ് എന്നർത്ഥം. ഇന്നത്തെ കാലത്ത് എടുത്തു നോക്കിയാൽ വളരെ കുറവാണ്. മിക്ക വിനോദങ്ങളിലും കളിയിലും അവസാനം ഒന്നുകിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സമയം തെറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്നാൽ അതൊന്നും ഇല്ലാത്ത കളികൾ ഒരാൾക്ക് കളിക്കാവുന്നതാണ് എന്ന് നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ലഹുവ് എന്നത് സംഗീതം എന്ന അർത്ഥത്തിലും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. മ്യൂസിക് എന്ന അർത്ഥത്തിൽ ലഹുവ് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്ന ആയത്തേതാണ്? 17-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗ അറദിന അൻ നത്തഖിദ ലഹുവ, ലഹുവ് നാം തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഖിദ്നാഹു മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ലഹുവിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് സംഗീതം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യശ്തരി, വില കൊടുത്ത് വാങ്ങുന്നവർ, ലഹുവൽ ഹദീസി, വിനോദ വാർത്തകൾ
വില കൊടുത്ത് വാങ്ങിയിട്ട് ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി, ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ, വയത്തഖിദഹാ ഹുസുവാ, എന്നിട്ടതിനെ പരിഹാസ്യമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് അള്ളാഹ് കൊടുക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ വല്ലാഹി അൽ ഗിന, അല്ലാഹുവാണേ സത്യം, അത് മ്യൂസിക്കാണ്. അല്ലാഹുവാണേ സത്യം, അവിടെ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ്. 31:6 ഇബ്നു കസീർ റഹിമഹുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് എടുത്തു കൊടുക്കുക. വല്ലാഹി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അത് മ്യൂസിക്കാണ് കേട്ടോ. ഇനി നോക്ക് നിങ്ങൾ, മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം, അബൂ സഹ്ബ അൽ ബക്കരി റഹിമഹുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് ചോദിച്ചു, ഈ വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്നതിലെ ലഹുവൽ ഹദീസ് എന്താണ്? ഫഖാല അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗിനാ, അത് മ്യൂസിക്കാണ്. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അള്ളാഹു ഇല്ലാത്ത അള്ളാഹുവില്ലേ, ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്ത അള്ളാഹുവില്ലേ, ആ അള്ളാഹു ആണേ സത്യം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ്. യുറദ്ദിദുഹ സലാസ മറാത്ത്, 3 തവണ അദ്ദേഹം പറഞ്ഞു അത് മ്യൂസിക്കാട്ടോ. ആളുകൾ ഇങ്ങനെ വിലക്ക് വാങ്ങി കളിച്ച് ചിരിച്ച് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, അത് ഹറാമായ മ്യൂസിക്കാട്ടോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, ഇക്രിമ, സഈദ് ഇബ്നു ജുബൈർ, മുജാഹിദ്, മഖഹൂൽ, അംർ ഇബ്നു ശുഐബ്, അലി ഇബ്നു ബുദൈഹ, ബദീമ, ഇവരൊക്കെ പറഞ്ഞത് അത് മ്യൂസിക്കാണ് എന്നാണ്. അതുകൊണ്ട് ലഹുവ് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താ? മ്യൂസിക് പാടില്ല. മ്യൂസിക് പറ്റൂല എന്നൊക്കെ ഖുർആനിലുണ്ടോ? മ്യൂസിക് പറ്റൂല എന്നൊക്കെ ഹദീസിലുണ്ടോ? രണ്ടിലും ഉണ്ട്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അതിനങ്ങട്ട് ആളുകൾ അഡിക്റ്റായിട്ട്, പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ രാത്രി ഉറങ്ങാൻ സമയത്തും എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കുള്ള പാട്ടുകളും കൂത്തുകളും കേട്ടും കണ്ടും ആസ്വദിച്ചുമാണ് പല ആളുകളും ഉറങ്ങാൻ കിടക്കുന്നത് പോലും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഹസ്നുൽ ബസ്രി റഹിമഹുല്ല പറയാണ്, ഉൻസിലത്ത് ഹാദിഹില്ലായ, ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം എന്ന ആയത്തിറങ്ങിയത് ഫിൽ ഗിനായി വൽ മസാമീർ, അത് മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളുടെയും കാര്യത്തിലാണ്, സംഗീതത്തിൻ്റെയും സംഗീതോപകരണങ്ങളുടെയും കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയാണ്. നമുക്കൊരു വിശ്വാസിക്ക് ഇനി കൂടുതൽ സംശയമൊന്നും വേണ്ട, മ്യൂസിക് ഹറാമാണ്. ലഹുവ് ഹറാമാന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യം വരിക മ്യൂസിക്കാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ആയത്തിലേക്ക് തന്നെ ഒന്നുകൂടി നോക്കുക. ലൗ അറദിന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അന്നത്തഖിദ, ഉണ്ടാക്കിത്തരാൻ, ലഹുവ, ഒരു വിനോദം, അന്നത്തഖിദ ലഹുവ, നാം ഒരു വിനോദം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഖദ്നാഹു, നാം അത് ഉണ്ടാക്കി തരുമായിരുന്നു, മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്നു തന്നെ. ലദുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ നിന്ന, ലദയ്യ എൻ്റെ അടുക്കൽ, ലദയ്ക്കും നിങ്ങളുടെ അടുക്കൽ, ഇതൊരു പ്രയോഗമാണ്. അപ്പോൾ ലദുന്ന, നമ്മുടെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് നാം ഒരു ലഹുവ്, ഒരു വിനോദം ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ഇൻ കുന്നാ ഫാഇലീൻ, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, ഞാൻ അങ്ങനെ പ്രവർത്തിക്കൂല. എങ്ങനെ? വിനോദം ഉണ്ടാക്കി തരിക, അത് ഞാൻ ചെയ്യൂല. നിങ്ങൾക്കൊരു വിനോദം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യൂല. നിങ്ങൾക്കൊരു വിനോദം ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പക്കൽ നിന്ന് തന്നെ വിനോദം തരുമായിരുന്നു. സുഹൃത്തുക്കളെ, ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലഹുവ് ഉണ്ടാക്കി തരൂല എന്ന് ഖുർആനിലും സൂറത്തുൽ അംബിയായിലും. ലഹുവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രധാനമായും സംഗീതമാണ് എന്ന് സൂറത്തുൽ ലുഖ്മാനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് പാടി അതിലേക്ക് മ്യൂസിക് ചേർത്തിട്ട് പാട്ടിറങ്ങുക. അള്ളാഹു അൽ ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാന്നൊക്കെ പറഞ്ഞിട്ട് പാടുകയാണ്. പക്ഷേ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമത്തിൻ്റെ കൂടെ അള്ളാഹു ഹറാമാക്കിയ, റസൂലുള്ള വിലക്കിയ, സ്വഹാബത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാന്ന് പറഞ്ഞ മ്യൂസിക് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വെള്ളം കുറേ ഒഴിക്കുന്നിടത്ത് ചീര കൂടുതൽ മുളച്ചു വരുന്നത് പോലെ നിഫാക്ക് കടന്നു വരുമെന്ന് സ്വഹാബത്ത് പഠിപ്പിച്ച ആ മ്യൂസിക് ചേർത്തിട്ട് കുറേ ആളുകൾ ആടുന്നു, ചാടുന്നു, പാടുന്നു. ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളോട് കാണിക്കുന്ന അപമര്യാദയാണ്, കൃത്രിമമാണ് എന്ന് സാന്ദർഭികമായി ഗൗരവത്തോടു കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല എങ്കിൽ ജീവിതം ഒരു കളിചിരി തമാശയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. തൊട്ട് മുന്നത്തായത്തിൽ പറഞ്ഞു ഒന്നിനെയും കളിക്കാൻ വേണ്ടി വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ ആയത്തിൽ പറഞ്ഞു ജീവിതം അത് കളിച്ചിരി തമാശക്കുള്ളതല്ല. വിനോദങ്ങളിലും മറ്റും ജീവിതം തളച്ചിടാൻ പാടില്ല. ഗൗരവമേറിയ ചില ലക്ഷ്യങ്ങളോടുകൂടിയും യുക്തിമത്തായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിലടങ്ങിയ രഹസ്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ നമുക്ക് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. ഓരോ ജീവിൻ്റെയും എന്തിനാ ഇപ്പോൾ അള്ളാഹു ഞെണ്ടിനെ സൃഷ്ടിച്ചത്, എന്തിനാണ് അള്ളാഹു മൂട്ടയെ സൃഷ്ടിച്ചത്, എന്തിനാണ് അള്ളാഹു കൂറയെ സൃഷ്ടിച്ചത് എന്നിങ്ങനെ ഓരോന്നിനെടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ യുക്തി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട അറിവ് വളരെ വിരളമാണ്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 85-ാമത്തെ വചനത്തിൽ പറഞ്ഞില്ലേ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, നിങ്ങൾക്ക് അറിവിൽ നിന്ന് വളരെ വിരളമായതേ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പം ഇതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കൈപുസ്തകത്തിൽ കൂടി വിശദീകരണമായി കൊടുത്തൊരായത്താണിത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അറിവ് വളരെ കുറച്ചേ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ചിലതിൻ്റെ ഗുണവും ചിലതിൻ്റെ ദോഷമൊന്നും നമുക്ക് മനസ്സിലാവൂല. അപ്പോൾ നമുക്ക് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ തന്നെ എന്തെല്ലാം ദോഷങ്ങളുള്ളതുണ്ട്. അങ്ങനെയാ അള്ളാഹ് സൃഷ്ടിച്ചത്. ഒരു വിശ്വാസിക്ക് രക്ഷ തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം ഇറക്കിത്തന്ന സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. പേരെന്നെ അൽ മുഅവ്വിദാത്ത് എന്നാണ്. 3 സൂറത്തും കൂടിയിട്ട് പറയാം. അവസാനത്തെ 2 കൂടിയിട്ട് പറയാം അൽ മുഅവ്വിദത്താനി അല്ലെങ്കിൽ അൽ മുഅവ്വിദത്തൈനി എന്നാണ് പറയുക. അതിൽ അള്ളാഹു പഠിപ്പിച്ചത് എന്താ? മിൻ ശർരി മാ ഖലഖ, മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ ഷെറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ സൃഷ്ടിച്ചതിന് ഷെറുണ്ടാകും, ഗുണമുണ്ടാകും ഒക്കെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നല്ലൊരു കാറ്റൻ്റെ അടിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? അള്ളാഹുവേ, ഈ കാറ്റിൻ്റെ ഖൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ കാറ്റിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. കാറ്റുകൊണ്ട് ഖൈറുണ്ടോ? ഒരുപാട് ഖൈറുണ്ട്, ഒരുപാട് ഖൈറുണ്ട്. എന്നാൽ കാറ്റുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ലേ? നല്ല പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടൊരു വിശ്വാസിൻ്റെ ദുആ എന്താ? കാറ്റടിച്ച പടച്ചോനെ ഈ കാറ്റിൻ്റെ നന്മ തരണേ, കാറ്റിൻ്റെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. വിശ്വാസികളെ, അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മയെ പ്രതീക്ഷിച്ച് നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടവനാണ് എന്നാണ് ഇതൊക്കെയും നമുക്ക് അറിയിച്ചു തരുന്നത് എന്നാണ് ചുരുക്കി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ഇൻഷാ അല്ലാഹ് ഇനി 18-ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. ആയത്തിൻ്റെ അവസാനം 17-ന്റെ അവസാനം അല്ലാഹ് പറഞ്ഞത് എന്താ? ഇൻ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുന്നതല്ല, ഞാനത് ചെയ്യൂല, ഞാൻ ഉണ്ടാക്കി തരൂല. നിങ്ങൾക്കൊരു വിനോദം, കളി, ചിരി, തമാശ ഇങ്ങനെ കളിച്ച് നടക്കുക, അത് പറ്റൂല. എന്നാൽ തമാശ അനുവദനീയമാണ് എന്നും അനുവദിക്കപ്പെട്ട തമാശ ഏതാണ് എന്നും തമാശ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്നുമൊക്കെ നമ്മുടെ ഈ സൂറത്തിൻ്റെ 3-ാം ക്ലാസ്സിൽ 2-ാം ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 18-ാമത്തെ ആയത്ത് നോക്കുക. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാതിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ.
അള്ളാഹു പറയാണ് ബൽ എന്നാൽ നഖ്ദിഫു, ഖദഫ എന്ന് പറഞ്ഞാൽ റമ എന്നാണ് അർത്ഥം, എറിഞ്ഞു. റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബൽ നഖ്ദിഫു ബിൽ ഹഖി, സത്യം കൊണ്ട് നാം എറിഞ്ഞു തകർക്കും അലൽ ബാത്തിലി, അസത്യത്തെ. ഞാൻ ഹക്ക് കൊണ്ട് ബാത്തിലിനെ തകർത്ത് കളയും. ഇവിടെ ഹക്ക് എന്നതുകൊണ്ട് എല്ലാ നന്മയും ഉദ്ദേശിക്കുമെങ്കിലും ബാത്തില് എന്നതുകൊണ്ട് എല്ലാ തിന്മയും ഉദ്ദേശിക്കുമെങ്കിലും മുഫസ്സിറുകൾ പറഞ്ഞു ഹക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ, ബാത്തില് എന്ന് പറഞ്ഞാൽ ഷൈത്വാൻ. ഹക്ക് കൊണ്ട് ബാത്തിലിനെ തകർക്കും എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ഷൈത്വാനിനെ അകറ്റി നിർത്തും. അതാ സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പം നമ്മൾ ചെയ്യണം എന്താ അറിയോ? നമ്മളെ ജീവിതത്തിലേക്ക് വർഗശത്രുവായി നമ്മളെ പഴപ്പിക്കാൻ വരുന്ന പിശാചിനെ മാറ്റി നിർത്തുന്ന ഏർപ്പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഖുർആനുമായുള്ള ബന്ധമാണ്. കാരണം വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാന, ഖുർആനിൽ നിന്ന് അകന്നാൽ അവനെ നാം പിശാചിനെ അങ്ങോട്ട് ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ ലഹു കരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. അപ്പോൾ പിശാചിനെ അകറ്റാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഖുർആനുമായുള്ള ബന്ധമാണ്. അതിൽ തന്നെ ചില സൂറത്തുകൾ പ്രത്യേകം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് സഹ്റാവൈനി ഓതുന്നവർക്ക് പിശാചിൽ നിന്ന് രക്ഷയുണ്ട്. എന്താ സഹ്റാവൈനി? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, വീടുകൾ നിങ്ങൾ കബറിടം പോലെ ആക്കല്ലേ. സുഹൃത്തുക്കളെ ശരിക്കും ആലോചിക്കുക. നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഇപ്പോൾ ഇന്നലെ ഈ സമയം മുതൽ ഇന്ന് ഈ സമയം വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ ഖുർആൻ ഓതിയിട്ടുണ്ടാകുമോ? ഉണ്ടാകണം. ഓരോരുത്തരും വീട്ടിലെ മകളും മരോളും അമ്മായിമ്മയും വീട്ടിലെ എല്ലാവരും ഖുർആൻ ഓതുന്നവരായി മാറണം. എന്നിട്ട് റസൂലുള്ള പറയാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി അകലുന്നതാണ്, പിശാച് മാറിപ്പോകുന്നതാണ്. അള്ളാഹു ധാരാളം ഖുർആൻ ഓതാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി വേറെ പറഞ്ഞു ആയത്തിൽ കുറിച്ച് പിശാചിനെ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ആയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 18-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ് ബൽ എന്നാൽ നഖ്ദിഫു നാം എറിയും ബിൽ ഹഖി സത്യത്തെ കൊണ്ട് അലൽ ബാത്തിലി അസത്യത്തിന് നേരെ, സത്യത്തെ എടുത്ത് അസത്യത്തിന് നേർക്ക് നാം എറിയുന്നതാണ്. ഫയദ്മഗുഹു അങ്ങനെ അത് അസത്യത്തെ തകർത്ത് കളയും. ഫയദ്മഗുഹു അത് അതിനെ തകർക്കും, അഥവാ സത്യം അസത്യത്തെ തകർത്തു കളയും. ഫഇദാ ഹുവ സാഹിഖ് അപ്പോഴതാ അത് നാശമടയുകയായി, അസത്യം നാശമടയുക തന്നെ ചെയ്യും. ഇവിടെ ഏത് സത്യവും ഏത് അസത്യവും ഉൾപ്പെടുമെങ്കിലും പ്രധാനമായും മുഫസ്സിറുകൾ പറഞ്ഞത് വൽ ഹഖ് ഹുന അൽ ഖുർആൻ വൽ ബാത്തിലു അശ്ശൈത്വാൻ എന്നാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അൽ ഹഖു എന്ന് പറഞ്ഞാൽ മവാഇൽ ഉപദേശങ്ങളാണ് എന്നും വൽ ബാത്തിലു അൽ മആസി തിന്മകളാണ് ബാത്തില് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ വഅളുകൾ ഇങ്ങനെ കേട്ടാൽ അസത്യത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ നന്നായി വരും എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. സത്യമാണല്ലോ, ഈ ഖുർആൻ കൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചിട്ട് എത്ര ആളുകളാണ് അവരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ചെയ്ത തിന്മകളിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് നന്നാകുന്നത്. അങ്ങനത്തെ അവസ്ഥ അള്ളാഹു നൽകും എന്നും അതിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹക്ക് ബാത്തില് സത്യം അസത്യം ലിദ്ദാണ്, വിപരീത പദങ്ങളാണ്. ഹക്ക് ബാത്തില് എന്നത് വിപരീത പദങ്ങളാണ്. മലയാളത്തിൽ മലയാളികൾ പോലും ഒരു മലയാള പദം പോലെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഹക്കും ബാത്തിലും. ഹക്കും ബാത്തിലും എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ പാടില്ലല്ലോ. ഹക്കും എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അറബി പദത്തിൻ്റെ കൂടെ എന്ന് വരുമോ? ഇല്ല. പക്ഷെ നമ്മളങ്ങനെ മലയാളം പോലെ ഉപയോഗിച്ച് വരുന്ന രണ്ട് അറബി വാക്കുകളാണ് ഹക്ക് ബാത്തില് എന്ന വാക്കുകൾ. അതിന് ഖുർആൻ വേറെ ഒരു പ്രയോഗമുണ്ട്, റുഷ്ദ് ഗയ്യ്. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഹക്ക്, ഗയ്യ് എന്ന് പറഞ്ഞാൽ ബാത്തില്.
വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, അസത്യത്തിൽ നിന്ന് സത്യം വ്യക്തമായിരിക്കുന്നു. അസത്യത്തിൽ നിന്ന് സത്യം വ്യക്തമായി എന്നുള്ളിടത്ത് അവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? സത്യം എന്നതിന്, ഹക്ക് എന്നതിന് റുഷ്ദ് എന്നും ബാത്തിൽ എന്നതിന് ഗയ്യ് എന്നുമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം, ഹുദ എന്ന അർത്ഥത്തിൽ റുഷ്ദ് ഉപയോഗിച്ചു. അപ്പോൾ ഹക്ക് എന്ന അർത്ഥത്തിലും അത് വന്നിട്ടുണ്ട് എന്നർത്ഥം. അതേപോലെ ഇവിടെ ദമഗ എന്നൊരു പദമുണ്ട്, ഫയദ്മഉഹു. ദമഗ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറഞ്ഞു യക്ഹറുഹു വയുഹ്ലിക്കുഹു, അതിനങ്ങോട്ട് തച്ച് തകർത്ത് നശിപ്പിക്കണീനാണ് പറയുക. ഫയദ്മഉഹു എന്ന് പറഞ്ഞില്ലേ, സത്യം അസത്യം അങ്ങോട്ട് തച്ചുടച്ച് നിഷ്കാസനം ചെയ്യും. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു വഅസ്ലു ദമഗി, ശരിക്കും ആ ദമഗ് എന്ന പദം ഷജ്ജുർ റഅസി ഹത്താ യബ്ലുഗ ദിമാ, തലക്ക് തലച്ചോറ് വരെ പൊളിച്ച് തീർക്കണീനാണ്, ദ്വാരം ഉണ്ടാക്കണീനാണ് ആ പദം പറയാം. ദിമാഗ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് എന്നാ, ദമഗ എന്ന് പറഞ്ഞാൽ തലച്ചോറ് കാണിച്ചു, അടിച്ചാണ് പൊളിച്ചു തന്നെ, പോസ്റ്റ്മോർട്ടം ചെയ്തു, അതാണ് എൻ്റെ അർത്ഥം. തല തച്ച് തകർക്കുക എന്ന് പറയില്ലേ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്, ആത്യന്തിക വിജയം സത്യത്തിനായിരിക്കും. അസത്യം ഒരിക്കലും ആത്യന്തികമായി വിജയിക്കുകയില്ല. അസത്യം കൊണ്ട് ഒരു കാര്യം തുടങ്ങാനും കഴിയൂല, അസത്യം ആവർത്തിച്ച് വരില്ല. അങ്ങനെ തന്നെ ഖുർആനിൽ ആയത്തുണ്ട്. വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന 18-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ കൊടുക്കുന്ന മറ്റൊരായത്ത് 34-ാം അധ്യായം സൂറത്തു സബയിലെ 49-ാമത്തെ ആയത്താണ്. അല്ലാഹ് പറയാണ്, കുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്ക്, ജാഅൽ ഹഖ്ഖു, സത്യം വന്നിരിക്കുകയാണ്, വമാ യുബ്ദിഉൽ ബാത്തിൽ, സത്യം അസത്യം തുടങ്ങുകയില്ല, വമാ യുഈദ്, അത് ആവർത്തിച്ചു വരികയുമില്ല. സത്യം വന്നിരിക്കുന്നു, അസത്യം തുടങ്ങുകയില്ല, അസത്യം തുടരുകയുമില്ല. ഇടക്കാലത്ത് ചിലരൊക്കെ ഇങ്ങനെ അസത്യമൊക്കെ കൂടും, പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾക്കായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഹക്ക് കൊണ്ട് ബാത്തിലിനെ തകർക്കും എന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇസ്ലാം കൊണ്ട് ഇസ്ലാം അല്ലാത്തവയെ തകർക്കും. ഇസ്ലാം അതിജയിക്കും, ഇസ്ലാം അല്ലാത്തവ പരാജയപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഇസ്ലാമു യഅലു വലാ യുഅലാ, അൽ ഇസ്ലാമു യഅലു, ഇസ്ലാം ഉയർന്നുയർന്നു പോകും, വലാ യുഅലാ, അതിനെ ആരും തോൽപ്പിക്കുകയില്ല. സുഹൃത്തുക്കളെ, എന്തെല്ലാം വിമർശനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സത്യത്തോട് അല്പം ബന്ധം പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക. എന്നാലും ഏറ്റവും വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മതം, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും, ആര് തകർക്കാൻ ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല. ഖുർആൻ പറയാണ്, യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ചില ആളുകൾ വിചാരിച്ചത് അള്ളാൻ്റെ ഈ പ്രകാശമായ ഇസ്ലാമിനെ ഊതിക്കെടുത്താന്ന, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അത് പൂർത്തിയാക്കണം എന്നാ. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചിരിക്കുന്നത് ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗം കൊണ്ടും സത്യ ദീൻ കൊണ്ടുമാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തിൻ്റെയും മുകളിൽ വരാനാ അള്ളാഹ് അയച്ചിട്ടുള്ളത്. എല്ലാ ദർശനങ്ങളുടെയും എല്ലാ സംഹിതകളുടെയും എല്ലാ നിയമനിർദ്ദേശങ്ങളുടെയും മുകളിൽ ഇസ്ലാം വരുന്ന രൂപത്തിലാണ് അള്ളാഹ് ഇസ്ലാമിനെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിലെ 81 തുടക്കം ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ ഓതും. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ, ഓതിക്കൊള്ളിൻ, ഇന്നൽ ബാതില കാന സഹൂഖാ. അല്ലാഹ് പറയാ, വഖുൽ, റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്ക്, ജാഅൽ ഹഖ്, സത്യം വന്നിരിക്കുകയാണ്, ഇസ്ലാം വന്നിരിക്കുകയാണ്, ഖുർആൻ വന്നിരിക്കുകയാണ്, വസഹഖൽ ബാതിലു, അസത്യം തകർന്നിരിക്കുകയാണ്,
പിശാച് പരാജയപ്പെട്ടിരിക്കുകയാണ്, ഇസ്ലാമികേതര ശത്രുക്കൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്നൽ ബാതുല കാന സഹൂഖാ, അസത്യം അത് തകരാനുള്ളതാണ്, അധർമ്മം അത് തകരാനുള്ളതാണ് എന്ന് പറഞ്ഞേക്ക് പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മുശ്രിക്കീങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. മനസ്സിലാണ്ടോ പറയണത്? ആദ്യം മക്കയിൽ വെച്ച് അവർ വല്ലാതെ പീഡിപ്പിച്ചു. മദീനയിലെത്തിയിട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിലൊക്കെ അവർ പരാജയപ്പെട്ടിട്ടും അവരുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പിടികൂടും എന്നുദ്ദേശിച്ച് നടക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു, റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്ക്, സത്യം വരും അസത്യം തുലയും, അസത്യം തകരാനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് മുശ്രിക്കുകൾക്ക് വലിയൊരു ശാസനയായിരുന്നു, ഒരു കനത്ത താക്കീതായിരുന്നു. തൗഹീദിൽ അധിഷ്ഠിതമായ സത്യമാർഗവും ഇതാ പുലർന്നു കഴിഞ്ഞു എന്നും ശിർക്കും അതിൻ്റെ ആളുകളും തകരുകയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിച്ചുവെങ്കിൽ അത് അധികം വൈകാതെ തന്നെ സംഭവിച്ചു. എന്താണ് ഈ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിൽ? മക്ക വിജയിച്ചടക്കി എന്നുള്ളതാണ്. മക്ക വിജയത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വീണ്ടും ഓതുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ കാണാം, അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ ദഖൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിലേക്ക് പ്രവേശിച്ചു. വഹൗലൽ ബൈത്തി, കഅബക്ക് ചുറ്റുമുണ്ടായിരുന്നു 360 സനമ, 360 വിഗ്രഹങ്ങൾ ഇങ്ങനെ നാട്ടിവെച്ചിരുന്നു. യുഅബദൂന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടാവുന്ന വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എത്ര? 360 എണ്ണം. ഫഅമറ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗകിബത് ലിവജീഹിഹ, അതിൻ്റെ എല്ലാം മുഖം കുത്തി വീഴ്ത്താൻ, എല്ലാം തച്ച് തകർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എല്ലാവരും അത് ചെയ്തു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി ഓതി, ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ, അസത്യം തകരും, സത്യം പുലരും, അസത്യം തകരാനുള്ളത് തന്നെയാണ് എന്ന് ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഓതി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് 18-ാമത്തെ ആയത്തൊന്നുകൂടി നോക്കുക. ബൽ, എന്നാൽ, നഖ്ദിഫു, നാം എറിയും, ബിൽ ഹഖി, സത്യത്തെ കൊണ്ട്, അലൽ ബാതിലി, അസത്യത്തിന് നേരെ, ഫയദ്മൗഹു, ആ സത്യം അസത്യത്തെ എറിഞ്ഞു തകർക്കും, നശിപ്പിക്കും, ഫഹിദാഹു വസാഹിഖ്, അപ്പോൾ അതങ്ങ് നാശമടയും. എന്നിട്ട് അള്ളാഹു പറയാണ്, വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ, സത്യം പുലരും അസത്യം തകരും, പക്ഷേ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷയും കിട്ടും. നിങ്ങൾ അസത്യത്തിലായിരുന്നു. വലക്കുമുൽ വൈലു, നിങ്ങൾക്ക് നാശമാണ്, നഷ്ടമാണ്, മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയോണ്ട് ഇസ്ലാം തകരൊന്നുമില്ല, ശിക്ഷ കിട്ടും. പ്രയോഗം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾ ഇസ്ലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ അനുയായികളെക്കുറിച്ചും അനുചരന്മാരെക്കുറിച്ചും വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി. അള്ളാഹുവിനെ കുറിച്ച് വരെ പറഞ്ഞു. അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകൾ. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാന്ന് പറഞ്ഞു. അടുത്ത ആയത്തിൽ അതാണ് വിഷയം. മലക്കുകൾ ആരാന്ന്? മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാന്ന് വിശേഷിപ്പിച്ചവരാണ് ഇവർ. അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടൊന്നും അള്ളാഹു ഇസ്സത്ത് കുറയൂല, ഇസ്ലാമിന് ഒരു തകർച്ചയും വരില്ല. പക്ഷേ വലക്കുമുൽ വൈലു, പറഞ്ഞോളി, നിങ്ങൾക്ക് നാശമുണ്ട്, മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞു നടന്നതിന്, നിങ്ങൾ വിശദീകരിച്ച് വിവരിച്ച് ഉണ്ടാക്കി പറഞ്ഞതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഖുർആൻ കുറേ സ്ഥലത്ത് പറഞ്ഞൊരു കാര്യം, സുബ്ഹാനല്ലാഹ് അമ്മാ യസിഫൂൻ, സുബ്ഹാനല്ലാഹ് അമ്മാ യസിഫൂൻ, അവർ വിശേഷിപ്പിച്ച് കൊണ്ട് നടക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിന് സമന്മാരുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന് പ്രത്യേകം ശുപാർശക്കാരെങ്ങനെ ഏർപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഓലോട് തേടുന്നത് എന്ന് പറഞ്ഞു നോക്കി. ഇല്ലാലി യുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണവരാന്ന് പറഞ്ഞു. എന്തൊക്കെയാ റബ്ബിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത്. എന്നാൽ അതുകൊണ്ടൊന്നും ഇസ്ലാം തകരുകയില്ലെങ്കിലും സത്യം പുലരുക തന്നെ ചെയ്യുമെങ്കിലും
ഈ അസത്യം പറഞ്ഞതിൻ്റെ പേരിൽ വലക്കുമുൽ വൈൽ, നിങ്ങൾക്ക് നാശമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഈ വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ എന്നതിന്, വൈല് എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ വൈലു, വാക്കിൻ്റെ അർത്ഥം ഹലാക്ക് എന്നാ. എന്താ? നാശം. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. നിസ്കരിക്കുന്നവർക്കും നാശം കിട്ടും. കാരണം എന്താ? അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. അവർ മറ്റുള്ളവരെ കാണിക്കാനാണ് നമസ്കരിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നില്ല. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, മുനാഫിക്കീങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അമാനി മൗലവി റഹ്മഹുല്ലാ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയാണ്, നിസ്കരിക്കുന്നവർക്ക് നാശം കിട്ടാൻ കുറേ കാരണങ്ങളുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർ പല ടൈപ്പാണ്. തീരെ നിസ്കരിക്കാത്തവർ മാത്രമല്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അർത്ഥവും ആശയമൊന്നും അറിയില്ല. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ റുക്കൂവും സുജൂദൊന്നും പൂർണ്ണമല്ല. നിസ്കരിക്കുന്നുണ്ട് സമയത്തല്ല. നിസ്കരിക്കുന്നുണ്ട് 5 നേരമല്ല. ഇങ്ങനത്തെ ഒരു കൊക്കെ എന്താണ്? ഫവൈലുല്ലിൽ മുസല്ലീൻ, ഓലാളുള്ള നിസ്കാരം കൊണ്ട് ഓൽക്ക് നാശമല്ലാതെ കൂലിയൊന്നും കിട്ടൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലുൻ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ്. ഖുർആനിലും ഹദീസിലും വൈല് കിട്ടുമെന്ന് പറഞ്ഞോടത്തൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും എന്താണ്? നരകം കിട്ടുന്ന. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എന്താ അർത്ഥം? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് നിങ്ങൾക്ക് നരകമുണ്ട് എന്ന അർത്ഥം. ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നരകമുണ്ട് നിങ്ങൾക്ക്. നരകത്തിലെ വൈൽ എന്ന് പറഞ്ഞ ഇടം, നരകത്തിലെ ഒരു താഴ്വര നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ വൈൽ എന്ന് മാത്രം 25 തവണ വന്നിട്ടുണ്ട്. പിന്നെ വൈലക്, വൈലന, യാ വൈലത്തന എന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 40 തവണ ഉണ്ട്. വൈൽ എന്ന വാക്ക് തന്നെ 25 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല, 25-ലധികം തവണ. കാരണം ഫവൈലുൻ എന്നതൊക്കെ ചേർത്താൽ 26 വരെ എത്തും എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ എടുത്തു കൊടുത്തൊരു വാചകമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ വൈലു വാദിൻ ഫി ജഹന്നം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ മിമ്മാ തസിഫൂൻ, അവർ വിവരിക്കുന്നതിന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു? ഐ തഖൂലൂന വ തഫ്തറൂന, നിങ്ങൾ പലതും പറയുന്നു, പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. പലതും പറഞ്ഞ് പലതും കെട്ടിച്ചമച്ച് അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കി പറഞ്ഞതിനാണ് അവർക്ക് നരകത്തിലെ വൈൽ എന്ന സ്ഥാനം കിട്ടുന്നത് എന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ 2 ആയത്ത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത് പറഞ്ഞതിൽ നിന്ന് പ്രധാനമായും വിനോദം അത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്നും, അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം എന്നുമുള്ള കാര്യമാണ് എങ്കിൽ അതിൽ വിനോദത്തിൽ ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുക, ലഹുവിൽ ഉൾപ്പെടുക മ്യൂസിക്കാണ് എന്നും, ലഹുവ് എന്ന വാക്ക് ഖുർആനിൽ 10 തവണ വന്നിട്ടുണ്ട് എന്നുമൊക്കെയാണ് ആദ്യ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 2ാമത്തെ ആയത്തിൽ നിന്ന്, ഇന്നെടുത്ത 18ാമത്തെ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം സത്യമായിരിക്കും വിജയിക്കുക. നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഒരല്പം പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും പിന്നീട് അവയെല്ലാം മറികടന്ന് തീയിൽ മുളച്ചതായതുകൊണ്ട് വെയിലത്ത് വാടാതെ ഈ സത്യം മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സത്യാദർശം സ്വീകരിക്കുന്ന, ആ ആദർശം പ്രബോധനം ചെയ്യുന്ന കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മാത്രമേ സഹോദരങ്ങളെ രക്ഷ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖൂലിൽ ഹഖ്ഖ വലൗ കാന മുറ. ഹക്ക് എന്ന് പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ്ഖ, നീ സത്യം പറഞ്ഞോ, വലൗ കാന മുറ, അത് കൈപ്പേറിയതാണെങ്കിലും. പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അല്ലെങ്കിലും ഇവിടെ ഏറ്റവും വലിയ സത്യത അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നല്ലേ. അത് പറഞ്ഞവർക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം ബഹിഷ്കരണങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ആദർശവും ഈ വിശ്വാസവും സ്വീകരിക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ളൊരു നാട്ടിലാകുമ്പോൾ അത്ര നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരാൾ മാത്രം, ഒരു കുടുംബം മാത്രം
അല്ലെങ്കിൽ ഒരു 10 പേർ മാത്രം. എന്നിട്ട് അവർ എന്തെല്ലാം പീഡനങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും പരിഹാസങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ പ്രശ്നമല്ല, കാരണം സത്യത്തെ കൊണ്ട് അള്ളാഹു അസത്യത്തെ എറിഞ്ഞു തകർക്കും. സത്യം വിജയിക്കും, അസത്യം തകരും, തളരും. സത്യം വളരും, ഉയരും. ആ ഉയരുന്ന വളരുന്ന സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ ജീവിതാന്ത്യം വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.